നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, ചാപ്റ്റർ 31, സബ് ചാപ്റ്റർ 9. ചൗധരി ജീത ജാട്ടിന് ജ്ഞാനോദയമുണ്ടായി. പേജ് നമ്പർ 93. ഏകദേശം 275 വർഷങ്ങൾക്ക് മുൻപ് ബാഗ്പത്, ഉത്തർപ്രദേശ് ജില്ലയിലെ ഖേക്കഡ ഗ്രാമത്തിൽ ജീതാറാം എന്ന പേരിൽ ഒരു ജാട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 900 ബിഘ ഭൂമിയുണ്ടായിരുന്നു. അദ്ദേഹം ഗ്രാമതലവനായിരുന്നു. അദ്ദേഹം ഏറ്റവും ധനികനും മധ്യസ്ഥനുമായിരുന്നു. അദ്ദേഹം സത്യത്തിന്റെ പക്ഷം പിടിക്കുകയും അസത്യത്തിന് പ്രാധാന്യം നൽകാതിരിക്കുകയും ചെയ്തു. ആ ഗ്രാമത്തിൽ, ഖേക്കഡ ഗ്രാമത്തിൽ, ഒരു സന്യാസി ഗീസാദാസ്ജി അക്കാലത്ത് സത്സംഗം നടത്തിയിരുന്നു. അദ്ദേഹം ചമാർ, അതായത് നീചകുല ജാതിയിൽപ്പെട്ടവനായിരുന്നു. അക്കാലത്ത് തൊട്ടുകൂടായ്മ അതിന്റെ ഉച്ചസ്ഥായിയിലായിരുന്നു. പരമോന്നത ദൈവം കബീറിന് 7ാം വയസ്സിൽ ഒരു കാട്ടിൽ വെച്ച് പവിത്ര ഗീസാദാസിനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന് യഥാർത്ഥ അറിവും ദീക്ഷയും നൽകിയ ശേഷം കബീർ ദൈവം അപ്രത്യക്ഷനായി. വളർന്നപ്പോൾ പവിത്ര ശ്രീ ഗീസാദാസ്ജി സത്സംഗം നൽകാൻ തുടങ്ങി. സമീപ പ്രദേശങ്ങളിലുള്ളവർ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ശ്രവിക്കുകയും ദീക്ഷ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് പ്രതിസന്ധികളിൽ നിന്ന് മുക്തരാവാൻ തുടങ്ങി. ഉപജീവനത്തിനായി പകൽ പണിയെടുക്കുകയും രാത്രിയിൽ സത്സംഗം കേൾക്കുകയും ചെയ്തിരുന്നു ആളുകൾ. ഗീസാദാസ്ജി മാസത്തിൽ 2 ദിവസങ്ങളിൽ സത്സംഗം നടത്തിയിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും രാത്രി സത്സംഗത്തിന് പോകാറുണ്ടായിരുന്നു. സ്ത്രീകൾ രാത്രി സത്സംഗത്തിന് പോകുന്നത് ഉചിതമല്ലെന്ന് ഗ്രാമത്തിലുള്ളവർ പറഞ്ഞു തുടങ്ങി. എന്ത് അസുഖകരമായ സംഭവവും സംഭവിക്കാം. അതുകൊണ്ട് സത്സംഗം നിർത്തണം. ഖേക്കഡ ഗ്രാമത്തിൽ ഒരു ഗ്രാമസമ്മേളനം നടന്നു. സത്സംഗം നിർത്താൻ ഗ്രാമസഭയിൽ തീരുമാനമെടുത്തു. ഗ്രാമസഭയുടെ തലവൻ ചൗധരി ജീതാറാംജിയോട് ഈ സന്ദേശം നൽകാൻ സ്വയം ആവശ്യപ്പെടുകയും ചെയ്തു. ചൗധരി ജീതാറാം പവിത്ര ഗീസാറാംജിയുടെ വീട്ടിലേക്ക് പോയി. അന്ന് ഒരു സത്സംഗം നടക്കുകയായിരുന്നു. ഗ്രാമസഭയുടെ തീരുമാനം ഗ്രാമത്തിലെ എല്ലാവർക്കും അറിയാമായിരുന്നു. ചൗധരി ജീതാറാം അവിടെ എത്തിയപ്പോൾ ചൗധരി സാഹിബിന്, അതായത് ജാട്ടിന്, മനസ്സുണ്ടെന്ന് സത്സംഗം കാണികൾക്ക് തോന്നി. ഗുരുജിയുമായി കലഹിക്കാനും സാധ്യതയുണ്ട്. ജീതാറാം വീട്ടിൽ നിന്നൊരു വടിയും കൊണ്ടുപോയിരുന്നു. അയാൾ അത് വടിയിൽ ഒരു മരത്തിനരികിൽ സൂക്ഷിച്ചു. എന്നിട്ട് മുന്നോട്ട് നീങ്ങി. ഭക്തർ കലഹിക്കുന്നില്ലെന്ന് അദ്ദേഹം കണ്ടു. ഒരു നല്ല അസംബ്ലിയിൽ വടിയെടുക്കുന്നത് ഒരു മധ്യസ്ഥന് യോജിച്ചതല്ല. സത്സംഗം നടക്കുകയായിരുന്നു. ചൗധരി സാഹിബ് ചിന്തിച്ചു, അവൻ പറയുന്നത് ഞാൻ കേൾക്കട്ടെ, ഞാൻ അവനോട് പിന്നീട് സംസാരിക്കാം. ഹർലാൽജിയുടെ വിവരണത്തിൽ നിങ്ങൾ വായിച്ച സത്സംഗത്തിലും ഇതേ അറിവ് നൽകിയിട്ടുണ്ട്. ചൗധരി സാഹിബ് വികാരാധീനനായി. അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. അവൻ എഴുന്നേറ്റ് പവിത്ര ഗീസാജിയുടെ പാദങ്ങളിൽ തലവെച്ച് പറഞ്ഞു, ഗുരുദേവ, കുറ്റവാളിയായ എന്നെ നീ ശിക്ഷിക്കുകയോ ക്ഷമിക്കുകയോ ചെയ്താലും ഞാനൊരു ഗുരുതരമായ തെറ്റ് ചെയ്തു. ഒരു നിസ്സാര ജീവി സത്സംഗം നിർത്താനുള്ള സന്ദേശം കൊണ്ടുവന്നു. ഭഗവാനെ, എന്നോട് ക്ഷമിക്കൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര സത്സംഗം ചെയ്യാം. ആരും നിങ്ങളെ തടയില്ല. പവിത്ര ഗീസാജി പറഞ്ഞു. ചൗധരി സാഹിബ്, നിങ്ങൾ ചെയ്യാൻ വന്നത് ചെയ്യുക. ജീത ജാട്ട് വീണ്ടും കരയാൻ തുടങ്ങി. എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ, എനിക്ക് ദീക്ഷ തരൂ. ചൗധരി ജീതാറാം ജാട്ട് ഒരു ഭക്തനായി. അവനും രാത്രി സത്സംഗം കേൾക്കാൻ തുടങ്ങി. നിങ്ങളിപ്പോൾ കേൾക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 94. ഖേക്കഡ ഗ്രാമത്തിലെ ഓരോ വീട്ടിലും ആളുകൾ ചൗധരി ജീതാറാം ജാട്ട് പവിത്ര ഗീസാറാംജിയുടെ അഭയകേന്ദ്രത്തിലേക്ക് പോകുന്നതിനെ വിമർശിക്കാൻ തുടങ്ങി. ആളുകൾ പറഞ്ഞു തുടങ്ങി, സന്യാസി ഗീസാറാം ഒരു മന്ത്രവാദിയാണ്. അദ്ദേഹത്തിന് മന്ത്രവാദങ്ങൾ അറിയാം. ഗ്രാമത്തിലെ ചൗധരിയെ ഒരു മാന്ത്രിക മന്ത്രവാദം നടത്തി അവനെ തന്റെ നിയന്ത്രണത്തിലാക്കി. അദ്ദേഹത്തിന് കൺകെട്ട് വിദ്യ അറിയാം. ചൗധരി ജീതാറാമിന്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിന്റെ മക്കളും സഹോദരന്മാരും അമ്മാവന്മാരും എല്ലാവരും ജീതാറാം ജാട്ടിന് പവിത്ര ഗീസാറാമിനും എതിരായി തിരിഞ്ഞു. ഗ്രാമവാസികൾ ചൗധരി ജീതാറാമിനോട് പറഞ്ഞു തുടങ്ങി, ചൗധരി സാഹിബ്, നീയും വാർദ്ധക്യത്തിൽ അവശനായി. ചൗധരി ജീതാറാമിനെ ആത്മീയ ചൂട് ബാധിച്ചു, ഗം ബാധിച്ചു. അതായത് അറിവ് അദ്ദേഹത്തെ ശക്തമായി സ്വാധീനിച്ചു. അദ്ദേഹം പറയുമായിരുന്നു, ഓ ഗ്രാമവാസികളെ, എന്റെ ഭാഗ്യം അനുകൂലമായി മാറിയതിനാൽ ഞാനൊരു ഭക്തനും നിങ്ങളുടെ ദൃഷ്ടിയിൽ ദുഷ്ടനുമായി തീർന്നു. നിങ്ങളെല്ലാവരും എന്നെ പോലെ ജീർണതയുള്ളവരായി മാറട്ടെ. അധപതനമില്ലാതെ ലക്ഷ്യം നടക്കുകയില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു ഗ്രാമസമ്മേളനം നടന്നു. പവിത്ര ഗീസാദാസ്ജിയും ഭക്തനായ ജീതാറാമും ഗ്രാമം വിടാൻ വിധിച്ചു.
ഗുരുവും ശിഷ്യനും ഉടനെ ആ ഗ്രാമം ഉപേക്ഷിച്ച് ദൂരെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോയി. അവർ അവിടെ സത്സംഗം ചെയ്യുകയും ജനങ്ങൾക്ക് അറിവ് വിശദീകരിക്കുകയും ചെയ്തു. പലരും അവരുടെ അനുയായികളായി. സന്യാസിമാർ പോയതിനു ശേഷം ഗേക്ര ഗ്രാമത്തിൽ അകാല മരണങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഗ്രാമസഭാംഗങ്ങളുടെ വീടുകളിൽ ദൈവകോപം തുടങ്ങി. ഒരാളുടെ കാലിത്തീറ്റയ്ക്ക് തീ പിടിച്ചു. ഒരാളുടെ മൃഗങ്ങൾ ചത്തു തുടങ്ങി. ഒരാളുടെ കുടുംബത്തിന് പ്രേതബാധയുണ്ടായി. ഒരാളുടെ മകൾ വിധവയായി. ഒരാൾക്ക് സ്ട്രോക്ക് ബാധിച്ചു. ഗ്രാമത്തിലെ മൃഗങ്ങൾക്കിടയിൽ ഒരു രോഗം പടർന്നു. ഗ്രാമത്തിലെ പ്രക്ഷോഭത്തിന് പിന്നിലെ കാരണമറിയാൻ ഗ്രാമത്തിലെ ചില ആളുകൾ ഭൂതോച്ചാടകന്റെ അടുത്തേക്ക് പോയി. ഭൂതോച്ചാടകൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ജോഡി സന്യാസിമാരും ഒരു ഭക്തനും താമസിച്ചിരുന്നു. അവർ ഗ്രാമം വിട്ടുപോയി. അവർ തിരികെ വന്നാൽ മാത്രമേ ഗ്രാമം തഴച്ചു വളരുകയുള്ളൂ, അല്ലെങ്കിൽ അത് നശിപ്പിക്കപ്പെടും. ആ ആളുകൾ തിരികെ വന്നു. ഗ്രാമത്തിൽ പോയി ഒരു ഗ്രാമയോഗം നടത്തി. എല്ലാവരോടും പറഞ്ഞു, ഗ്രാമത്തിലെ വിശിഷ്ട വ്യക്തികൾ സന്തിനെയും ഭക്തനെയും തിരികെ കൊണ്ടുവരാൻ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. ഭക്തയായ ജീതാദാസ് ഗുരുജി ഗീസാദാസ്ജിയോട് പറഞ്ഞു, ഗുരുദേവ, ഞങ്ങളെയും ഇവിടെ നിന്ന് പുറത്താക്കാൻ ഗ്രാമവാസികൾ വന്നതായി തോന്നുന്നു. നോക്കൂ, അവർ വരുന്നു. പവിത്ര ഗീസാദാസ്ജി പറഞ്ഞു, ബെഡ്ഷീറ്റ് നിങ്ങളുടെ തോളിൽ വയ്ക്കുക, നമുക്ക് ഇവിടെ നിന്ന് പോകാം. അപ്പോൾ തന്നെ ഗ്രാമതലവന്മാർ അടുത്തുവന്ന് തങ്ങളുടെ തലപ്പാവ് പവിത്ര ഗീസാദാസ്ജിയുടെയും ഭക്തനായ ജീതാജിയുടെയും കാൽക്കൽ വെച്ചു. എല്ലാവരും പറഞ്ഞു, മഹാരാജി, ഞങ്ങളോട് ക്ഷമിക്കൂ. അങ്ങ് പോയത് മുതൽ ഈ ഗ്രാമം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ദയവായി ഞങ്ങളെ രക്ഷിക്കൂ, അല്ലെങ്കിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം ഇവിടെ ജീവിക്കും. ആ ഗ്രാമത്തിലെ ജനങ്ങളും അവിടെ തടിച്ചുകൂടി. സംഭവമെല്ലാം അവർ അറിഞ്ഞു. ഇപ്പോഴത്തെ ഗ്രാമത്തിലെ ജനങ്ങൾ പറഞ്ഞു, തലവന്മാരെ, നിങ്ങൾ സ്ഥിരതാമസമാക്കിയാൽ ഞങ്ങൾ നശിച്ചു പോകും. ഈ 2 ദൈവഭക്തന്മാർ വന്നതിനാൽ ഗ്രാമത്തിൽ ആർക്കും ഒരു കലഹവും ഉണ്ടായിട്ടില്ല. 2 തവണ മഴ പെയ്തു. നോക്കൂ, വിളകൾ അഭിവൃദ്ധി പ്രാപിക്കുന്നു. ഗേഗ്ര ഗ്രാമത്തിലെ ജനങ്ങൾ പ്രത്യേകം അഭ്യർത്ഥിച്ചപ്പോൾ 2 മഹാന്മാരും മടങ്ങിപ്പോകാൻ സമ്മതിച്ചു. നിലവിലെ ഗ്രാമത്തിലെ ആളുകളോട് പറഞ്ഞു, ഞങ്ങൾ ഇടയ്ക്കിടെ സന്ദർശിക്കും. എല്ലാ പൗർണമി ദിനത്തിലും നിങ്ങൾക്ക് ഗേഗ്രയിൽ വരാം. ദൈവം കബീർ എല്ലാം ചെയ്യും. എല്ലാം നന്നായി സൂക്ഷിക്കുക. 2 സന്യാസിമാരും മടങ്ങിയെത്തിയുടൻ ഗേഗ്ര ഗ്രാമം മുഴുവൻ ശാന്തമായി. കന്നുകാലികൾ ആരോഗ്യമുള്ളവരായി. അടുത്ത ദിവസം കനത്ത മഴ പെയ്തു. ഗ്രാമവാസികൾ ആഹ്ലാദിച്ചു. 36 സമുദായങ്ങളിലെ ജനങ്ങൾ സന്തോഷത്തിലായിരുന്നു. എല്ലാ കോലാഹലങ്ങളും അവസാനിച്ചു. പവിത്ര ഗീസാദാസ്ജിയുടെയും ഭക്തിയായ ജീതാദാസ്ജിയുടെയും പേരിലാണ് ഇന്നുവരെ ആ ഗ്രാമത്തിൽ യാത്രാക്കൂലി പോലും നടക്കുന്നത്. സന്ത് ഗരീബ് ദാസ്ജി പ്രസ്താവിച്ചു, गरीब जिस मंडल साधो नहीं, नदी नहीं गुंजार, तज हंसा वह देशरा, जम की मोटी मार. പരിഭാഷ: മഹാത്മാവോ ഗുരുവോ ഇല്ലാത്തയിടത്ത് ഒരു നദിയും ഒഴുകാത്ത പ്രദേശം. ഹേ ഭക്തരെ, ആ രാജ്യം ഉപേക്ഷിക്കുക. അവിടെ കാലന്റെ ക്രൂരമായ പീഡനങ്ങളാണ് നടക്കുന്നത്. അതിനാൽ വായനക്കാരെ, ഏത് പ്രായത്തിൽ നിങ്ങൾ ഒരു സദ്ഗുരുവിനെ കണ്ടെത്തുമ്പോൾ ഭക്തി ചെയ്യാൻ തുടങ്ങുക. പവിത്ര ഗരീബ് ദാസ്ജി പറഞ്ഞു. गरीब चली गई सो जान दे, ले रहती कून राख, उतरी लाव चढ़ाइयो, करो अपोठी चाक. ഭാവാർത്ഥം: ഹേ മനുഷ്യ, സദ്ഗുരുവിനെ കിട്ടാതെ കടന്നുപോയ ജീവിതം വെറുതെയായി. അതിനെക്കുറിച്ച് വിഷമിക്കുന്നതിന് പകരം ശേഷിക്കുന്ന ജീവിതത്തിൽ പൂർണ്ണ സമർപ്പണത്തോടെ ഭക്തി ചെയ്യുക. നിങ്ങളുടെ ക്ഷേമം നേടുക. ഭക്തിയിൽ മുഴുകിയ ശേഷം ലൗകിക ജോലികളും എളുപ്പമാകും. അതുപോലെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുമ്പോൾ കയർ, അതായത് ബക്കറ്റിൽ കെട്ടിയത്, ചക്രത്തിൽ നിന്ന് വീഴുകയാണെങ്കിൽ ബക്കറ്റ് വലിക്കാൻ പ്രയാസമാണ്. കിണറ്റിൽ നിന്ന് ബക്കറ്റ് വലിക്കുന്നത് ചക്രത്തിൽ കയർ തിരികെ വെച്ചതിന് ശേഷം എളുപ്പമായിരിക്കും. സദ്ഗുരുവിന്റെ അഭയസ്ഥാനത്തേക്ക് വരുന്നതിന് മുൻപ് ചക്രത്തിൽ നിന്ന് ഒരു കയറിന് സമാനമായ സാഹചര്യമുണ്ടായിരുന്നു. ഒരു ലാവിന് സമാനമായ സാഹചര്യമുണ്ടായിരുന്നു. വെള്ളം കോരുന്നത് ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ ജോലികളും പ്രയാസത്തോടെ ചെയ്തു തീർത്തു. ഞങ്ങൾ ഭക്തി ആരംഭിച്ചപ്പോൾ തന്നെ കയർ ചക്രത്തിൽ തിരികെ വെച്ച ശേഷം വെള്ളം എളുപ്പത്തിൽ വലിച്ചെടുക്കുന്നത് പോലെ എല്ലാ ജോലികളും എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ തുടങ്ങി. ഇനി അല്പം ജീവനാണ് ബാക്കിയുള്ളത് എന്ന് കരുതരുത്. ഞങ്ങൾ ഇപ്പോൾ എന്ത് ഭക്തി ചെയ്യും? സത്സംഗത്തിൽ നിന്ന് അറിവ് നേടുമ്പോഴെല്ലാം ആ പ്രായത്തിൽ തന്നെ പൂർണ്ണ നിശ്ചയദാർഢ്യത്തോടും അർപ്പണബോധത്തോടും കൂടി ഭക്തിയിൽ മുഴുകണം. അർത്ഥം: കടന്നുപോയ ജീവിതത്തെക്കുറിച്ചുള്ള ആകുലതകൾ ഉപേക്ഷിച്ച് ശേഷിക്കുന്നതെല്ലാം സംരക്ഷിക്കുക. അതായത് നിങ്ങളുടെ ശേഷിക്കുന്ന ജീവിതം ഭക്തിക്കും ദാനത്തിനും സേവനത്തിനും സമർപ്പിക്കുക. പഴയ കാലത്ത് വയലുകളിൽ നനയ്ക്കാൻ
കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ തുകൽ ബക്കറ്റ് ഉപയോഗിച്ചിരുന്നു. ആ തുകൽ ബക്കറ്റിൽ 2-3 ക്വിന്റൽ വെള്ളം നിറയുമായിരുന്നു. തടിച്ചക്രത്തിൽ കട്ടിയുള്ള കയർ കൊണ്ടാണ് വലിച്ചത്. കയർ ചക്രത്തിൽ നിന്ന് തെന്നി വീണാൽ അത് വലിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അത് എങ്ങനെയോ തടിച്ചക്രത്തിൽ തിരികെ വെച്ചു. അതിലൂടെ തുകൽ ബക്കറ്റ് പുറത്തെടുക്കാൻ എളുപ്പമായി. അതിൽ നിന്ന് പ്രയോജനം നേടുന്നതിനുള്ള യഥാർത്ഥ രീതി അതായിരുന്നു. അതിനാൽ ഹേ മനുഷ്യ, നിങ്ങളൊരു ഗുരുവിനെ അഭയം പ്രാപിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയർ വഴുതിപ്പോയതാണ്. ജീവിതത്തിലെ ഓരോ ജോലിയും ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു. ജീവിതത്തിന്റെ ആ കയർ വീണ്ടും ചക്രത്തിൽ വയ്ക്കുക, അത് വലിക്കുക, അത് എളുപ്പമാകും. അതായത് ഗുരുജിയെ അഭയം പ്രാപിച്ച് നിങ്ങളുടെ ജീവിത രീതി എളുപ്പമാക്കുക. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 95. ഒരു വേശ്യയുടെ മോക്ഷം. സത്സംഗം കേൾക്കുന്നതിലൂടെ ഒരാളുടെ ജീവിതം പരിഷ്കരിക്കപ്പെടുന്നു. പരമോന്നത ദൈവം കബീർ രാത്രിയിൽ ആളുകളുടെ വീടുകളിൽ സത്സംഗം നൽകുമായിരുന്നു. പകൽ എല്ലാ പ്രേക്ഷകരും കബീർജിയും അവരുടെ ഉപജീവനത്തിനായി ജോലി ചെയ്യുമായിരുന്നു. ഒരു രാത്രി സത്സംഗം നടക്കുകയായിരുന്നു. കാശി നഗരത്തിലെ പ്രശസ്ത വേശ്യയായ ചമ്പക്കാളയുടെ മഹത്തായ ഒരു മാളികയായിരുന്നു അല്പമകലെ. വേശ്യയ്ക്ക് അന്നു രാത്രി ഉപഭോക്താക്കളുടെ കുറവുണ്ടായി. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 96. അതുകൊണ്ട് തന്നെ അവൾ ഉണർന്നിരുന്നു, അവരെയും കാത്ത്. കബീർജിയുടെ മുഖകമലത്തിൽ നിന്ന് അവൾ ഹൃദ്യമായ അമൃത ഭാഷണം കേട്ടു. ഒരുപാട് പുണ്യകർമ്മങ്ങളുടെ ഫലമായാണ് മനുഷ്യജീവിതം ലഭിക്കുന്നതെന്ന് സത്സംഗത്തിൽ പറഞ്ഞിരുന്നു. അതായത് സ്ത്രീയും പുരുഷനുമായി ജീവിതം ലഭിക്കുന്നതെന്ന് സത്സംഗത്തിൽ പറഞ്ഞിരുന്നു. ഭക്തിയോ ദാനമോ സേവനമോ ചെയ്യാത്ത പുരുഷന്മാരും സ്ത്രീകളും ദൈവത്തിന്റെ കള്ളന്മാരാണ്. ഗീത അധ്യായം 3 ശ്ലോകം 12 പോലും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പണത്തിന്റെ ഒരു ഭാഗം ദാനത്തിനോ പുണ്യം ചെയ്യുന്നതിനോ ദാനം ചെയ്യാതെ തന്റെ വയറു നിറയ്ക്കുന്നവൻ, അവൻ അല്ലെങ്കിൽ അവൾ തീർച്ചയായും കള്ളനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവം. മോഷണമോ കവർച്ചയോ വഞ്ചനയോ വേശ്യകളെ സന്ദർശിക്കുകയോ ചെയ്യുന്നവർ വലിയ കുറ്റവാളികളാണ്. വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീകളും വലിയ കുറ്റവാളികളാണ്. ദൈവത്തിന്റെ കോടതിയിൽ അവർക്ക് കഠിനമായ ശിക്ഷ ലഭിക്കും. പുണ്യകർമ്മങ്ങളും ഭക്തിയും അനുഷ്ഠിക്കുന്നതിന് ഒരു മനുഷ്യജീവിതം ലഭിക്കുന്നു. कबीर चोरी जारी वैश्यावती कभू ना करियो कोए, पुण्य पाई नर देही ओछी ठौर न खोए. അർത്ഥം: ഹേ മനുഷ്യ, ആരും മോഷണം നടത്തുകയോ വ്യഭിചാരം ചെയ്യുകയോ ചെയ്യരുത്. അതായത് പുരുഷൻ വേശ്യയുടെ അടുത്ത് പോകരുത്. പണത്തിന്റെ അത്യാർത്തിയിൽ സ്ത്രീ അന്യപുരുഷന്മാരുമായി ബന്ധപ്പെടരുത്. ഈ മനുഷ്യ ശരീരം, അതായത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അനേകം പുണ്യങ്ങളോടെയാണ് ലഭിച്ചത്. അനുചിതമായ സ്ഥലങ്ങളിൽ പോയി പാപങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ നശിപ്പിക്കരുത്. മംഗളകർമ്മങ്ങൾ ചെയ്യുക. ഒരു ഗുരുവിനെ സമ്പാദിച്ച് നിങ്ങളുടെ മോക്ഷം നേടുക. മനുഷ്യജീവന് ലഭിച്ച ഒരു ജീവിതം സമ്പൂർണമായ ഒരു ഗുരുവിനെ അഭയം പ്രാപിച്ച് ദീക്ഷ സ്വീകരിക്കണം. പിന്നെ ജീവിതകാലം മുഴുവൻ ഗുരു സ്ഥാപിച്ച പെരുമാറ്റച്ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ആരാധനയും സേവനവും ദാനധർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ചെയ്യണം. ഒരാൾ തന്റെ ദൈനംദിന ജോലികളും ചെയ്യണം. എന്നാൽ എല്ലാ ദുഷ്പ്രവൃത്തികളും ഉപേക്ഷിക്കണം. ആ വ്യക്തിയുടെ മോക്ഷം ഉറപ്പാണ്. ആത്മീയ അറിവിന്റെ അഭാവം മൂലം ഒരു മനുഷ്യൻ, അതായത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, ഒരാളുടെ ജീവിതം നയിക്കുന്നത് സമ്പത്ത് ശേഖരണം മാത്രം മുഖ്യ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിലുടനീളം അന്യായമായ മാർഗങ്ങളിലൂടെ നിങ്ങൾ സ്വരൂപിച്ച കോടിക്കണക്കിന് സമ്പത്തോ സ്വത്തോ ഉണ്ടെങ്കിൽ, നിങ്ങൾ പെട്ടെന്ന് മരിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ സ്വരൂപിച്ച സമ്പത്ത് ഇവിടെ തന്നെ നിലനിൽക്കും. നിങ്ങളുടെ ശരീരം പോലും നിങ്ങളോടൊപ്പം പോകില്ല. സമ്പത്ത് കുമിഞ്ഞു കൂടുന്നതിനിടയിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ചെയ്ത പാപങ്ങൾ മാത്രമാണ് നിങ്ങളോടൊപ്പം പോകുന്നത്. काया तेरी है नहीं, माया कहाँ से होई, गुरु चरणों में ध्यान रख, इन दोनों को खोए. कबीर सब जग निर्धना, धनवंता ना कोई, धनवान वह जानिए, जापे राम नाम धन होए. അർത്ഥം: ഒരു വ്യക്തി തന്റെ ശരീരം രോഗമുക്തമാക്കുന്നതിന് ചികിത്സയ്ക്കായി തന്റെ സ്വത്ത് പോലും വിൽക്കുന്നു. സമ്പത്ത് മാത്രമല്ല, ആ ശരീരം പോലും നിങ്ങളോടൊപ്പം പോകില്ലെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. ഒരു സമ്പൂർണ്ണ ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് രാവും പകലും ഭക്തി ചെയ്യുക. ഗുരു നൽകിയ അറിവിനെ ആധാരമാക്കി ജീവിതപാതയിൽ സഞ്ചരിക്കുക, ശേഖരിക്കുക. ശരീരത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും വേറിട്ടാണ് ഭക്തിയുടെ സമ്പത്ത്. ഹേ മനുഷ്യാണ്ട, മനുഷ്യന്റെ മുൻകാല ചരിത്രം നോക്കൂ. सर्व सोने की लंका थी, रावण से रणधीरन, एक पलक में राज नष्ट हुआ, जम के पड़े जंजीरन. गरीब
भक्ति बिना क्या होत है, भ्रम रहा संसार. रति कंचन पाया नहीं, रावण चली बार. അർത്ഥം: ഭക്തി കൂടാതെ ഒരു ജീവജാലത്തിന് ഒരു പ്രയോജനവും ലഭിക്കില്ല എന്ന കാര്യം തന്നെ സന്ത് ഗരീബ് ദാസ് ജിയും അംഗീകരിച്ചിട്ടുണ്ട്. ഒരാൾ തന്റെ ജീവിതകാലം മുഴുവൻ സ്വത്ത് സമ്പാദിക്കാൻ അലഞ്ഞു നടക്കുന്നു, സമ്പത്ത് സമ്പാദിക്കാൻ അലഞ്ഞു നടക്കുന്നു. ശ്രീലങ്കയിലെ രാജാവായ രാവണന് അതിരുകളില്ലാത്ത സമ്പത്തും സ്വർണവും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ലോകം വിടുമ്പോൾ 1 ഗ്രാം സ്വർണം പോലും കൂടെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സത്യപുരുഷന്റെ, സത്യദൈവത്തിന്റെ യഥാർത്ഥ ഭക്തി ചെയ്യാത്തതിനാൽ യമന്റെ ദൂതന്മാർ അദ്ദേഹത്തെ കൈകൾ കെട്ടി മുകളിലെ യമരാജിലേക്ക് കൊണ്ടുപോയി അവനെ നരകത്തിലാക്കി. അതിനാൽ മനുഷ്യ, തെറ്റുകളെ ഭയപ്പെടുക, ഒരു ഗുരുവിനെ നേടി യഥാർത്ഥ ഭക്തി ചെയ്യുക. സംശയ നിവാരണ വേളയിൽ പരമാത്മാവായ കബീർ സത്സംഗത്തിൽ പറഞ്ഞു, ആത്മീയ ജ്ഞാനമില്ലാത്തതിനാൽ സദൃത്തരായ പുരുഷന്മാർ പോലും പാപങ്ങൾ ചെയ്തു. സത്സംഗം ശ്രവിച്ച ശേഷം അവർ എല്ലാ കുറ്റകൃത്യങ്ങളും ഉപേക്ഷിച്ചു, ഭക്തിയിലൂടെ മോക്ഷം നേടി. ദൈവം കബീർ പറഞ്ഞു, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന ആരാധനയുടെ യഥാർത്ഥ മന്ത്രങ്ങൾ എന്റെ പക്കലുണ്ട്. പുണ്യങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. വയലിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതുപോലെ വയലിൽ തളിക്കുമ്പോൾ പുല്ലും കളകളും മാത്രം നശിപ്പിക്കും, പക്ഷെ അത് വിളകളെ ഒഴിവാക്കും. ഞാൻ ഈ മന്ത്രങ്ങൾ എന്റെ ലോകത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. सोहम शब्द हम जग में लाए, सार शब्द हम गुप्त छिपाए. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 97. പരിഭാഷ, വ്യാഖ്യാനം മുകളിൽ ചെയ്തിട്ടുണ്ട്. ഋഗ്വേദ് മണ്ഡലം 9 സൂക്തം 95 മന്ത്രം 2 തെളിവ് നൽകിയിട്ടുണ്ട്. പരമാത്മാവ് ഈ ലോകത്ത് പ്രത്യക്ഷനായി തന്റെ അമൃത ഭാഷണത്തിലൂടെ യഥാർത്ഥ ഭക്തിയുടെ പാതയിലേക്ക് പ്രചോദിപ്പിക്കുന്നു. എല്ലാ ദേവന്മാരുടെയും ദൈവമായ ആ ദൈവം, അതായത് എല്ലാവരുടെയും ഗുരു, ഭക്തിയുടെ രഹസ്യമന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. ആരെങ്കിലും അത്യധികം പാപികളാണെങ്കിലും അവൻ സത്യാരാധന ചെയ്യാൻ തുടങ്ങുകയും ഭാവിയിൽ ഒരു പാപവും ചെയ്യാതിരിക്കുകയും ചെയ്താൽ അവന്റെ എല്ലാ പാപങ്ങളും നശിക്കുന്നു. ഭക്തി ചെയ്യുന്നതിലൂടെ അവന് അല്ലെങ്കിൽ അവൾക്ക് അവരുടെ മോക്ഷം നേടാനാകും. മേൽപ്പറഞ്ഞ അമൃതവചനങ്ങൾ കേട്ടപ്പോൾ ആ വേശ്യാ സഹോദരി ഗാഠനിദ്രയിൽ നിന്ന് ഉണർന്നതുപോലെ അവൾ വിറയ്ക്കാൻ തുടങ്ങി. അവൾ വീട് പൂട്ടി സത്സംഗം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവൾ സ്ത്രീകൾക്കിടയിൽ പുറകിലിരുന്നു. സത്സംഗം പൂർത്തിയായതിനു ശേഷം ദീക്ഷ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുരുദേവ്ജിയുടെ അടുത്ത് വരാമെന്ന് അറിയിപ്പ് ലഭിച്ചു. കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും എഴുന്നേറ്റ് മുന്നോട്ട് വന്നു. ആ വേശ്യയും മുന്നോട്ട് വന്ന് ഗുരുദേവന്റെ അടുക്കൽ സ്വയം പരിചയപ്പെടുത്തി. അവൾ പറഞ്ഞു, വർഷത്തിനിടയിൽ എന്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ ഇത്രയും ദയയുള്ള വാക്കുകൾ കേൾക്കുന്നത്. ദൈവമേ, എന്നെപ്പോലെയുള്ള ഒരു പാപിക്ക് മോക്ഷം സാധ്യമാണോ? സത്സംഗത്തിൽ നിങ്ങൾ പൂർണ്ണമായ പരിഹാരം നൽകിയിട്ടുണ്ടെങ്കിലും ഞാൻ എന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ വെറുപ്പുളവാക്കുന്ന ജീവിതം എനിക്ക് പശ്ചാത്താപം തോന്നുന്നു. എന്നെപ്പോലെയുള്ള ഒരു കുറ്റവാളി ക്ഷമിക്കപ്പെടുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പരമോന്നത ദൈവം കബീർ പറഞ്ഞു, कबीर, जब ही सत्यनाम हृदय धरा, भयो पाप को नाश. जैसे चिनंगी अग्नि की, पड़ा पुराने घास. അർത്ഥം: ഉദാഹരണത്തിന് 1 കോടി ടൺ ഉണങ്ങിയ പുല്ലിന്റെ കൂമ്പാരത്തിൽ കത്തിച്ച തീപ്പെട്ടി അതിലെറിഞ്ഞാൽ ആ പുല്ല് മുഴുവൻ ചാരമായി മാറും. എന്നിട്ട് കാറ്റു വീശുമ്പോൾ അത് ആ ചാരത്തെയും പറത്തിവിടും. ചുമതല തീർന്നു. അതുപോലെ കോടിക്കണക്കിന് ജന്മങ്ങളുടെ പാപങ്ങൾ ഉണ്ടായാലും എന്റെ യഥാർത്ഥ മന്ത്രം ചൊല്ലുന്നതുകൊണ്ട് എല്ലാം ഭസ്മമാക്കും. ഭാവിയിൽ ഒരു തെറ്റും ചെയ്യരുത്, നിങ്ങളുടെ മോക്ഷം നടക്കും. യജുർവേദ അധ്യായം 8 മന്ത്രം 13 ഈ തെളിവുണ്ട്. ദൈവം തന്റെ ഭക്തരുടെ എണസ ക്രൂരമായ പാപങ്ങളെ നശിപ്പിക്കുന്നു എന്നതിന് ജീവജാലങ്ങളുടെ മോക്ഷം അദ്ദേഹം ചെയ്യുന്നു. ആ സഹോദരി ആ പാപകരമായ ജോലി, അതായത് വേശ്യാവൃത്തി ഉപേക്ഷിച്ചു. കബീർ ദൈവത്തിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് എല്ലാ നിയമങ്ങളും പാലിച്ചും ജീവിതകാലം മുഴുവൻ ഭക്തിയും ചെയ്തുകൊണ്ട് ചമ്പക്കാളി മോക്ഷം പ്രാപിച്ചു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 98, സബ് ചാപ്റ്റർ 11. രംഗയുടെയും ഭംഗയുടെയും കഥ. ചെമ്പക്കാളി പരമദൈവമായ കബീറിനോട് ചോദിച്ചു, ദൈവമേ, ഈ പാപകരമായ സ്വത്തും പണവും ഞാൻ എന്തു ചെയ്യും? പരമദൈവമായ കബീർ പറഞ്ഞു, മകളെ, ഈ നരകതുല്യമായ പണം ദാനം ചെയ്യൂ. ചെമ്പക്കാളി വീട്ടിലെത്തി. പണം മുഴുവൻ ദാനം ചെയ്താൽ ഞാൻ എന്ത് കഴിക്കും? എനിക്ക് വേറെ ജോലിയൊന്നുമില്ല എന്ന് ചിന്തിച്ചു. ചെമ്പക്കളി സത്സംഗത്തിന് കൂടുതൽ പോകാൻ തുടങ്ങി. ഒരു ദിവസം സത്സംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, രംഗയും അതായത് പുരുഷനും ഭംഗയും അതായത് സ്ത്രീയും പരമദൈവ ഭക്തരായിരുന്നു. അവർ തത്വജ്ഞാൻ, യഥാർത്ഥ ആത്മീയ അറിവ് ശരിയായി മനസ്സിലാക്കിയിരുന്നു. അതിനെ മാത്രം അടിസ്ഥാനമാക്കിയാണ് അവർ ജീവിതം നയിച്ചിരുന്നത്.
അവർക്ക് അഭംഗ എന്നൊരു മകളുണ്ടായിരുന്നു. ഒരു ദിവസം ഭക്തനായ നാംദേവ് തന്റെ ഗുരുജിയോട് പറഞ്ഞു, ഗുരുദേവ, നിങ്ങളുടെ ഭക്തരായ രംഗയും ഭംഗയും വളരെ ദരിദ്രരാണ്. അവർക്ക് കാട്ടിൽ നിന്ന് മരം കൊണ്ടുവന്ന് നഗരത്തിൽ വിറ്റ് ഉപജീവനം കണ്ടെത്താതിരിക്കാൻ അവർക്ക് കുറച്ച് സമ്പത്ത് നൽകുക. രണ്ടുപേരും കാട്ടിൽ പോയി അവിടെയുള്ള മരക്കഷ്ണങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരുന്നു. ഭക്ഷണം കൈകാര്യം ചെയ്യാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടാണ്. ഗുരുദേവൻ പറഞ്ഞു, സഹോദര, ഞാൻ അവർക്ക് പലതവണ സമ്പത്ത് നൽകാൻ ശ്രമിച്ചു. പക്ഷെ അവർ എല്ലാം ദാനം ചെയ്യുന്നു. 2-3 തവണ ഞാൻ സ്വയം ഒരു മരം വാങ്ങുന്ന ആളായി വേഷം മാറിപ്പോയി. മറ്റുള്ളവരെക്കാൾ 100 ഇരട്ടി വില അവരുടെ തടിക്ക് ഞാൻ അവർക്ക് നൽകി. എല്ലാ ദിവസവും അവരുടെ വിറക് 2 അണയ്ക്ക് വിറ്റ് ഞാൻ 10 രൂപയ്ക്ക് അത് വാങ്ങി. അവരുടെ ഭക്ഷണത്തിന് 4 അണ ചിലവഴിച്ചു. ബാക്കിയുള്ളത് അവർ എന്റെ സത്സംഗത്തിൽ സംഭാവന ചെയ്തു. ഇപ്പോൾ പറയൂ, ഞാൻ അവർക്ക് എങ്ങനെ പണം നൽകണമെന്ന്? ഭക്തനായ നാംദേവ് വീണ്ടും അഭ്യർത്ഥിച്ചു. ഇത്തവണ അവർക്ക് പണം നൽകൂ. അവർ അത് എടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. രംഗയും ഭംഗയും കാട്ടിൽ നിന്ന് മരം കൊണ്ടുവരുന്ന ആ വഴിയിലൂടെയാണ് ഗുരുജിയും നാംദേവും പോയത്. ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന ധാരാളം സ്വർണ്ണാഭരണങ്ങൾ ഗുരുജി പാതയിലിട്ടു. നാംദേവും ഗുരുദേവും ഒരു കുറ്റിക്കാട്ടിൽ മറഞ്ഞു. തലയിൽ മരകഷ്ണങ്ങളുമായി രംഗ മുന്നോട്ട് നടന്നു. പിന്നിൽ 200 അടി ദൂരത്തിൽ മരകഷ്ണങ്ങളുമായി രംഗ നടന്നു. വഴിയിൽ അമൂല്യമായ സ്വർണ്ണാഭരണങ്ങൾ കിടക്കുന്നത് ഭക്തൻ രംഗ കണ്ടു. ഭംഗ ഒരു സ്ത്രീയാണ്. ആഭരണങ്ങൾ കാണുമ്പോൾ അവൾ അത്യാഗ്രഹിയാകും. അവളുടെ പ്രവൃത്തികൾ നശിപ്പിക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ ആഭരണങ്ങളിൽ കാലുകൊണ്ട് മണ്ണിട്ട് മൂടി. ഭക്തനായ ഭംഗയും ഒരു സമ്പൂർണ്ണ ഗുരുവിന്റെ ശിഷ്യനായിരുന്നു. തന്റെ ഭർത്താവ് ആഭരണങ്ങളിൽ മണ്ണിടുന്നത് അവൾ കണ്ടു. അവന്റെ ഉദ്ദേശം അവൾക്ക് മനസ്സിലായി. അവൾ അലറി, നീ ഭക്തജി, നീ എന്തിനാണ് മണ്ണിൽ മണ്ണിടുന്നത്? അവളുടെ ഉദ്ദേശത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് രംഗ മനസ്സിലാക്കി. അവൾ കുലുങ്ങുന്നില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ ആഭരണങ്ങൾ മറികടന്ന് ഇരുവരും നഗരത്തിലേക്ക് പോയി. ഗുരുജി പറഞ്ഞു, നിങ്ങൾ കണ്ടോ, ഭക്തനായ നാംദേവ് ഭക്തർ ഇവരെ പോലെ ആയിരിക്കണം. ഒരു ദിവസം ഗുരുജി വൈകുന്നേരം 4 മണിക്ക് സത്സംഗം ചെയ്യുകയായിരുന്നു. രംഗയുടെ കുടിലിൽ നിന്ന് കുറച്ച് അകലത്തിലായിരുന്നു സത്സംഗത്തിന്റെ വേദി. രംഗയും ഭംഗയും സത്സംഗം കേൾക്കാൻ പോയതായിരുന്നു. അവരുടെ മകൾ അഭംഗ, 19 വയസ്സ്, കുടിലിന് പുറത്ത് ഒരു കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. കുടിലിന് തീ പിടിച്ചു. സാധനങ്ങളെല്ലാം കത്തി നശിച്ചു. അഭംഗ ഓടി വന്ന് സത്സംഗം നടക്കുന്നത് കണ്ടു. ഗുരുജി സത്സംഗം നടത്തുകയായിരുന്നു. സദസ് സത്സംഗം ശ്രദ്ധയോടെ കേൾക്കുന്നതിൽ മുഴുകി. സമാധാനപരമായ അന്തരീക്ഷമായിരുന്നു. അഭംഗ ഉറക്കെ പറഞ്ഞു, അമ്മേ, കുടിലിന് തീപിടിച്ചു, എല്ലാം കത്തി നശിച്ചു. അമ്മ ഭംഗ എഴുന്നേറ്റു മകളെ ഒരു വശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇനി എന്തിനാണ് ബാക്കിയുള്ളത്? മകൾ അഭംഗ പറഞ്ഞു, ഒരു കട്ടിൽ പുറത്തുണ്ടായിരുന്നു, അതുമാത്രമേ ശേഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഭക്തനായ രംഗയും അവിടെ വന്നു. അവർ 2 പേരും പറഞ്ഞു, മകളെ, ആ കട്ടിലിൽ കൂടി ആ കുടിലിലിട്ട് തിരികെ വരൂ. സത്സംഗം കേൾക്കൂ. കുടിലില്ലായിരുന്നുവെങ്കിൽ അതിന് തീ പിടിക്കില്ലായിരുന്നു. തീ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു ശല്യവും ഉണ്ടാകുമായിരുന്നില്ല. സത്സംഗത്തിന്റെ ആനന്ദത്തിൽ അഭംഗ പോയി കുടിലിന്റെ തീയിൽ കട്ടിയിട്ടു. സത്സംഗം കേൾക്കാൻ തിരിച്ചു വന്നു. സത്സംഗം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോയി. സത്സംഗത്തിലെ സാമുദായിക ഭക്ഷണത്തിൽ അന്നത്തെ ഭക്ഷണം അവർ കഴിച്ചിരുന്നു. രാത്രിയിൽ കത്തി നശിച്ച കുടിലിന് സമീപത്തെ മരത്തിന്റെ ചുവട്ടിൽ കിടപ്പാടമില്ലാതെയാണ് ഇവർ ഉറങ്ങിയത്. അവർ അതിരാവിലെ എഴുന്നേറ്റു ഭക്തി ചെയ്യുവാൻ വേണ്ടി. അവരുടെ മുകളിൽ മനോഹരമായ ഒരു കുടിലുണ്ടായി. എല്ലാ പാത്രങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവിടെ മൺപാത്രങ്ങൾ നിറയെ മാവും പയറും മറ്റുമുണ്ടായിരുന്നു. ആ നിമിഷം തന്നെ ഒരു ആകാശവാണി ഉണ്ടായി. ഭക്ത കുടുംബമേ, ഇത് ദൈവാനുഗ്രഹമാണ്. നിങ്ങൾക്ക് ഈ കുടിലിൽ താമസിക്കാം. ഇത് ഗുരുദേവന്റെ കൽപ്പനയാണ്. അവർ മൂവരും പറഞ്ഞു, നിന്റെ ആഗ്രഹമാണ് ഞങ്ങളുടെ ജീവിതം. ഗുരുദേവ, സൂര്യൻ ഉദിക്കുമ്പോൾ മറ്റൊരു മരത്തിനോട് ചേർന്നുള്ള കുടിലിന്റെ ചാരം അപ്പോഴും നിലനിൽക്കുന്നത് നഗരവാസികൾക്ക് അത്ഭുതമായി. ഒരാഴ്ച കൊണ്ട് പോലും പുതിയ കുടിൽ പണിയാൻ കഴിയില്ല. ഇതവരുടെ ഗുരുജിയുടെ അത്ഭുതമാണെന്ന് എല്ലാവരും പറഞ്ഞു. അതവർ ഗുരുജിയിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. ആയിരക്കണക്കിന് നഗരവാസികൾ ദീക്ഷ സ്വീകരിച്ചു. കാശി നഗരത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപ് പരമോന്നത ദൈവം കബീർ ഈ ദൈവീക കർമ്മം നടത്തിയിരുന്നു. അക്കാലത്ത് അദ്ദേഹം ഭക്തനായ നാമദേവനെയും അഭയം കൊടുത്തിരുന്നു. മേൽ പറഞ്ഞ കഥ കേട്ടപ്പോൾ ഭക്തയായ ചമ്പക്കാളയുടെ മനസ്സിലെ ഭയം നീങ്ങി. അവൾ സ്വത്തും സമ്പത്തും മുഴുവൻ കബീർ ഗുരുജിക്ക് ദാനം ചെയ്തു. ദൈവം പറഞ്ഞു, മകളെ, നീ എന്റേതായി കഴിഞ്ഞാൽ നിന്റെ സമ്പത്ത് സ്വയമേവ എന്റേതാകുന്നു. എന്റെ ഈ സമ്പത്ത് അത്രയും നിന്റെ കൈവശം സൂക്ഷിക്കുക. നിങ്ങളുടെ നിലനിൽപ്പിന് മതിയാകും. ബാക്കിയുള്ളത് ദാനം ചെയ്യുക. ഭക്തയായ ചമ്പക്കാളി അത് തന്നെ ചെയ്തു. അവൾ വീട് സൂക്ഷിക്കുകയും ഗുരുജിയുടെ കൽപ്പന പ്രകാരം സാമുദായിക ഭക്ഷണത്തിനായി പണത്തിന്റെ ഭൂരിഭാഗവും സംഭാവന ചെയ്യുകയും ചെയ്തു.